ബാഗും ആരതന്ന് ആരതന്ന് എത്ര 550 2000 ഉണ്ട്. മാമ തന്നതാ പോക്കറ്റ് വെച്ച്. അപ്പൊ എന്റെ മോൻ ബാഗ് പിടിക്കാൻ പോണില്ലേ? സ്കൂളിലേക്ക് എന്തൊക്കെ മേടിക്കണം? ഷൂ. ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ജെല്ലി സ്റ്റോറിലാണ്. നമ്മൾ ചാവക്കാട്. ആദമിനും ബാഗൊക്കെ മേടിക്കണമല്ലോ. അപ്പോൾ സ്കൂൾ ഓപ്പണിങ് ആവാനായല്ലോ. അപ്പോൾ അവനക്കുള്ള എല്ലാ സാധനങ്ങളും മേടിക്കാണ്ടി വന്നതാണ്. അപ്പോൾ അവൻ്റെ ബാഗൊക്കെ ഒരു വിധമായിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ കൊല്ലത്തെ. അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച കാരണം തന്നെ അതിനുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ വന്നിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ 2-3 കടയിൽ കയറി. ഞങ്ങൾ ലാസ്റ്റ് എത്തിയത് ജലീൽ സ്റ്റോറിലാണ് കേട്ടോ. ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും ഒരു ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് ബാഗുകളുണ്ട്. അപ്പോൾ ആദമിന് ലാസ്റ്റ് ഇത് രണ്ടാണ് ഇഷ്ടമായത്. ഹൽക്കിൻ്റെതും സ്പൈഡർമാൻ്റെതൊക്കെയാണ്. പക്ഷേ സ്പൈഡർമാൻ്റെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തുള്ളതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ടിഫിൻ ബോക്സ് മേടിക്കണം കേട്ടോ. ലഞ്ച് ബോക്സ് അവൻ്റെ ഉണ്ട്. അപ്പോൾ ടിഫിൻ ബോക്സ് മേടിക്കണം അവനക്ക്. അപ്പോൾ പിന്നെ അതും നോക്കിയപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതാണ് കണ്ടത്. പിന്നെ നോക്കിയപ്പോൾ ഇത് ചെറുതാണ്. പിന്നെ എന്താ പറയുക, ഒന്ന് കുറച്ചും കൂടി വേറെ നല്ലത് നോക്കാമെന്ന് വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ നടന്നപ്പോൾ പിന്നെ അവർ പിന്നെ നമുക്ക് എല്ലാതും കാണിച്ചു തരുമല്ലോ. കുട്ടിക്ക് സ്കൂൾ തുറക്കുകയാണല്ലോ. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ എല്ലാ സാധനങ്ങളും വേണമല്ലോ. പക്ഷെ മനയില്ല, കഴിഞ്ഞ പ്രാവശ്യത്തത് ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും മതി, ഇത് അവനിങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവനെ 2 മാമാരാണ് കേട്ടോ അവനക്കെല്ലാം മേടിച്ചു കൊടുക്കണം. അപ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ട് കുട്ടിക്ക് എന്താവശ്യമുള്ളത് അതൊക്കെ മേടിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവൻ പറഞ്ഞത് എന്തായാലും മേടിച്ചു കൊടുക്കണം. അപ്പോൾ അവനക്ക് ഇത് എനിക്കിഷ്ടമായിട്ടോ. മറ്റേതൊരു ചെറുതാണ്. അപ്പോൾ പിന്നെ ഇതാവുമ്പോൾ ഇത് എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഇത് എനിക്കിഷ്ടമായി. അപ്പോൾ പിന്നെ ഇത് മതിയില്ലടാ, നമ്മളെ ബാഗിന് മാച്ച് ആയതാന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടി ഇത് സെറ്റായി, ഇത് ഓക്കെ പറഞ്ഞ്. അപ്പോൾ മൂപ്പരാൾ ഇതിൻ്റെ ഉള്ളിൽ സ്പൂണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ പാക്കറ്റിൽ എന്തോ ഇതുണ്ട്, അതെന്താണെന്ന് നോക്കിയിട്ട്. പക്ഷെ എനിക്കും അറിയില്ല, അത് കണ്ട കാലമായിട്ട് എനിക്കും അതെന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ ഒരു ഇതാണ് കേട്ടോ മേടിച്ചത്. ഇനി നമുക്ക് ഇതിലോട്ട് ഇനിയും ആവശ്യമായിട്ടുള്ള ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. എന്ത് മേടിച്ചാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ മറക്കുമല്ലോ. അപ്പോൾ നമുക്കിനി വാട്ടർ ബോട്ടിൽ മേടിക്കാണ്ട്, ബുക്ക് മേടിക്കാണ്ട്, എൻ്റെ ആദ്യമിന് നോട്ട് ബുക്കുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നോട്ട് ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് നോട്ട് ബുക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനക്ക് വാട്ടർ ബോട്ടിലും കൂടി നോക്കണം. അപ്പോൾ മൂപ്പരാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മൂപ്പരാൾ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, മറ്റേതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇഷ്ടമാവും. ഇത് മതിയില്ലാതമ്മേ, ഓക്കെ അങ്ങനെയായിരുന്നു അവന്. പക്ഷെ ഇപ്പം അങ്ങനല്ല. ഇപ്പം അവനക്ക് ഇഷ്ടമായത് നമ്മളോട് അവൻ ഓക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയണം. പക്ഷെ ഞാൻ റേറ്റൊക്കെ നോക്കണം കേട്ടോ. ഇപ്പോൾ റേറ്റ് ഒന്നും നോക്കില്ല, കുട്ടിയല്ല, എനിക്ക് പണ്ട് കാര്യമില്ല. അപ്പോൾ അവനക്കൊരു കാര്യമുണ്ട്, അവനിങ്ങനെ മറ്റേ ബോട്ടിലിങ്ങനെ ആ ഒരു സാധനം വെച്ചിട്ട് വലിച്ചു കുടിക്കുന്ന സ്വഭാവം അതില്ല കേട്ടോ. അവൻ അനുഭവിക്കില്ല. അത് ചെറുപ്പം മുതലേ പാലും കുപ്പിയൊന്നും കൊടുത്ത് ശീലിക്കാത്ത കാരണം അവൻ ആദ്യം മുതലേ അങ്ങനത്തെ ഒരു ഇതില്ല കേട്ടോ. അപ്പോൾ അവനക്ക് അങ്ങനത്തേത് വലിയ ഇഷ്ടമല്ല. അവനക്ക് ബോട്ടിൽ തുറന്ന് കുടിക്കുന്നതാണ് ഇഷ്ടമുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ടിലും കൂടി അവനക്കുള്ള നോക്കിയിട്ട് ബാക്കിയുള്ളവർ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവനക്ക് ബാഗ് മേടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അവൻ്റെ മാമ അവനക്ക് 2000 രൂപ കൊടുത്തു, അവൻ്റെ വലിയ മാമ കേട്ടോ. പിന്നെ പോകുന്ന സമയത്ത് അവൻ്റെ രണ്ടാമത്തെ മാമയെ അവനക്ക് ഇതുപോലെ 2000 രൂപ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് കുട്ടിക്ക് ആവശ്യമുള്ളത് എന്താ വെച്ചാൽ മേടിച്ചു കൊടുക്കാനാണ് രണ്ടാളും പറഞ്ഞത്. അപ്പോൾ പിന്നെ അവൻ എന്താണോ പറയുന്നത് അത് മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ശരിയല്ലല്ലോ, കാരണം അവനക്ക് നട്ടില്ലേ അല്ലേ. അപ്പോൾ അവനക്ക് ഞാൻ ക്രയോണ്, അവനക്ക് മെയിനായിട്ട് ആവശ്യമുള്ള സാധനമാണ് സ്കൂളിലേക്ക് ക്രയോണ്. അപ്പോൾ അതൊന്നും ഞാൻ വലുത്, അവർ ചെറുത് നോക്കിയപ്പോൾ വേണ്ട എനിക്ക് വലുത് മതി, എല്ലാ കളേഴ്സും കൂട്ടിലുള്ളത് മതി എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വലുത് അവർ നോക്കി. പിന്നെ അവനക്ക് ഇഷ്ടപ്പെട്ട ഒരു ബോക്സും അവൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അവനക്ക് ഇനി എന്തായാലും ബോക്സും എല്ലാം വേണം. കഴിഞ്ഞ പ്രാവശ്യം ബോക്സൊക്കെ മേടിച്ചത് വെറുതെ ഇങ്ങനെ നശിപ്പിച്ച് പോകാമെന്നല്ലാണ്ട് അതുകൊണ്ട് യാതൊരു യൂസ് ഉണ്ടായില്ല. കാരണം അവനക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല സ്കൂളിലേക്ക്. ഇപ്രാവശ്യം അവനക്ക് ബോക്സും എല്ലാം വേണം, പെൻസിൽ അതുപോലെ കട്ടർ, റബ്ബർ എല്ലാം ഇപ്രാവശ്യം അവനക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാം നമ്മൾ നോക്കിയിട്ട് ബോക്സ് പറഞ്ഞാൽ ഞാൻ എന്തായാലും അവനക്ക് ഇഷ്ടമായത് നോക്കിയിട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ അത് മാച്ചായത്, അവൻ്റെ ബാഗിൻ്റെ കളർ മാച്ചായത് തന്നെ മൂപ്പരാൾ നോക്കണുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ മൂപ്പരാൾ തന്നെ സെലക്ട് ചെയ്ത് നോക്കി തപ്പി പിടിച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ ആദമിന് ബുക്കുകളാട്ടോ മേടിച്ചത്. ഇനി നമുക്കൊരു ബുക്കും കൂടി കിട്ടാനും നമ്മുടെ മാത്സിൻ്റെ ചെക്ക് ബുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അത് വലുതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുള്ളത് നമ്മൾ ജലീൽ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ ചാവക്കാടുള്ള ജലീൽ സ്റ്റോറിൽ നിന്ന് നമുക്ക് അധികം ബഡ്ജറ്റൊന്നും ആയില്ല കേട്ടോ എല്ലാം കൂടിയിട്ട്.
അപ്പോൾ നമ്മൾ ആദ്യമിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി അവനക്ക് എന്തൊക്കെ മേടിക്കാണ്ടെന്ന് അറിയാം. ഇനി അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ ആ ബാഗിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കസിനെ കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു അബായി ഷോപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടൊക്കെ വർത്താനം പറഞ്ഞു. അവർക്ക് ബാഗൊക്കെ കാണിച്ചു കൊടുത്തിട്ട് മൂപ്പരാൾ ഭയങ്കര റോളായിട്ട് നടക്കുക കേട്ടോ. ഇപ്പോൾ പണ്ടത്തെ അതൊന്നല്ല, ഇപ്പോൾ ഫുൾ ഫ്രീക്കാണ് മൂപ്പരാൾ. ഗ്ലാസ്സൊക്കെ ഇട്ട് എന്താ പറയുക, നല്ല ഒരുങ്ങിയിട്ടൊക്കെ നല്ല അടിപൊളി സുന്ദര കുട്ടമ്പനായിട്ടാണ് ഇപ്പോൾ നടക്കുക. പിന്നെ എൻ്റെ മോനെ ആകെ ഒരു സാധനമാണ് പിന്നെ ഓഫർ ചെയ്ത് എന്നോട് ഇങ്ങനെ എന്താ പറയുക, ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഷവർമ്മ. അതെന്തായാലും വേണം ഉമ്മച്ചി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും ഇൻഷാല്ലാ എന്തായാലും മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ അത് വന്നിട്ടില്ല, അതിന് ഷൂ മേടിക്കാനാട്ടോ. അവൻ്റെ ഷൂവും ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ തന്നെ അവനക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ ഇനിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ബഡ്ജറ്റും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചേ, അവനക്കുള്ള ഷൂവും മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഷൂവും ഷോക്സൊക്കെ മേടിക്കണം. അപ്പോൾ പിന്നെ അവനക്കൊരു ഷൂവും കൂടി മേടിച്ചു. പിന്നെ അതിലേക്ക് 2 ബ്ലാക്ക് ഷോക്സും മേടിച്ചു കേട്ടോ. അവനക്ക് ബ്ലാക്ക് ഷൂവും ബ്ലാക്ക് ഷോക്സും ആണ് വേണ്ടത്. അപ്പോൾ അത് ഒരു ഷൂവും 2 ഷോക്സും മേടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ആദ്യമുള്ള ഷൂവും ഷോക്സ് മേടിക്കലും കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനിയും നമുക്ക് ബുക്ക് കിട്ടാനുണ്ടല്ലോ. അപ്പോൾ ബുക്ക് നോക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത്. ഒരു ചെക്ക് ബുക്കിന് വേണ്ടിയിട്ടാണ്. ചെക്ക് ബുക്ക് കിട്ടിയൊന്നുമില്ല, എല്ലായിടത്തും വലുതാണ്. എന്താണോ ചെറുത് വരാത്തത്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല. പിന്നെ ലാസ്റ്റ് നമുക്ക് പോയിട്ട് നോക്കിയിട്ട് ഒരു ചെക്ക് ബുക്ക് കിട്ടിയിട്ടോ. അങ്ങനെ ചെക്ക് ബുക്കും കിട്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടവൽ മേടിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാബിക്ക് വിളിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്. ബാബി ചോദിച്ചു, ബാബി എന്തെങ്കിലും ഇനി മേടിക്കാനോ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ബാബി ഞാൻ ടവൽ മേടിച്ച് ചെപ്പോന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ആദമിന് ടിഫിൻ കവർ ചെയ്യാനുള്ള ടവലും അതുപോലെ അവനക്ക് തുടക്കാനുള്ള 2 ടവലും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി അതും മേടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി വീട്ടിലെത്തിയാലാണ് ഓർമ്മ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ മിസ്സായോ എന്നുള്ളത്. അങ്ങനെ ഈ വക എല്ലാ ഐറ്റംസ് മേടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ബാങ്കിൽ പോകാൻ നോക്കിയപ്പോൾ ടൈം കഴിഞ്ഞു. നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് ഇടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ബാങ്കിൽ ടൈം കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും വേണം, നമ്മൾ CDM ഉണ്ടല്ലോ, CDM പോയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് വലിയ എന്താ പറയുക, ഞാൻ ഇതുവരെ ബാങ്കിൽ പോയിട്ട് ഇടാന്നില്ല. CDM വഴി പൈസ ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ, എനിക്കതറിയില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുക. അപ്പോൾ പിന്നെ എന്തായാലും പോയിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അവിടെ പോയിട്ട് ഇട്ട് നോക്കിയാൽ എന്തായാലും അതിൽ കുറേ ഓപ്ഷൻസ് എല്ലാം ഉണ്ടാവുമല്ലോ. അവൻ അത് വെച്ചിട്ടാണ്ട് പഠിക്കാമെന്നാണ്ട് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ATM കാർഡൊക്കെ വെച്ച് സെറ്റാക്കി. പിന്നെ അങ്ങോട്ട് സെറ്റായിട്ടോ, ശരിയായി. എന്താ എടുക്കാനില്ലേ, നമ്മൾ പൈസ അങ്ങോട്ട് ഇടുകയും ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്കില്ലേ ഇടാണ് ചെയ്തത്. ഇങ്ങോട്ട് എടുക്കല്ലേ ചെയ്യണത്. നമ്മൾ പൈസ അങ്ങോട്ട് വെച്ച് കൊടുക്കല്ലേ ചെയ്തത്. ഉമ്മച്ചിയുടെ അക്കൗണ്ടിലേക്ക് പൈസ എടുക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങോട്ടേക്കല്ല പൈസ ഇട്ടത്, അങ്ങോട്ട് കിട്ടതാ. ഉമ്മച്ചിയുടെ അക്കൗണ്ടില്ലേ, ഉമ്മച്ചിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട പൈസയാണ് കേട്ടാ. അപ്പൊ അത് പഠിച്ചാ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പിടിച്ചാ. ഗുഡ് ബോയ്. ഷവർമ തന്നെ വേണോ? ഫേവറേറ്റ് ഷവർമ ഉറപ്പാണോ? വേണം മേടിക്കാട്ടാ. ഒരു ചായ. പിന്നെന്തിട്ടാ വേണ്ടത്? ആദ്യം പിന്നെ എന്താ വേണ്ടത് പറയാതെ. ഉമ്മച്ചിക്കോ ചായ മമ്മീന്റെ ഷവർമേന്ന് ഷെയർ ചെയ്യല് പറ്റില്ല. അങ്ങനെയാണോ? അപ്പൊ എന്റെ ഷവർമ ഞാൻ കഴിച്ചോളൂ. എനിക്ക് ഷവർമല്ല. എന്റെ കണ്ണിരുന്ന് വീണ്ടും കുരു വന്നു. അന്നോത്തേക്കെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്റെ സംസാരം. എന്റെ അമ്മ കൊറേ ദിവസമായി ഷവർമ മന്തിയുടെ ആഗ്രഹം മാമ മേടിച്ചു കൊടുത്തില്ലേ? വലിയ മാമ മേടിച്ചാണില്ലേ? ചിക്കൻ മേടിച്ചു. ചായ തട്ടിക്കളഞ്ഞിട്ട് ഒറ്റക്കിരുന്ന് ഷവർമ തിന്നണോക്ക്. ഓടാ തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തന്ന പറ്റിച്ചതാ. തന്നില്ല, പറ്റിച്ച് എനിക്ക് തന്നില്ല.
അങ്ങനെ ഈ ഇരിക്കണം അമ്പാൻ എൻ്റെ ചായയും തട്ടിയിട്ട് ഇരിക്കണം മുതലാണെങ്കിൽ ഇരിക്കുന്നിട്ട് എന്തുട്ടാ ഫലൂദ കഴിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫലൂദയും ഷവർമ്മ ഒക്കെ. അപ്പോൾ എന്തായാലും വന്നപ്പോൾ എന്തായാലും അവനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ എന്നോട് എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റമാണ് കേട്ടോ ഷവർമ്മ. അപ്പോൾ പിന്നെ അവനക്ക് എന്തായാലും മേടിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ ഫ്രൂട്ട്സ് എന്തായാലും അവനൊന്നും കഴിക്കില്ല, അതൊക്കെ എനിക്കുള്ളത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് എത്തണ്ടേ. അങ്ങനെ ഞങ്ങളിത് ചാവക്കാടുന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് ഷവർമ്മ മിക്കപ്പോഴും ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കഴിക്കാറ്. അങ്ങനെ നമ്മളിതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളിതേ മുത്തമ്മാര് ബസ് കയറിയിട്ടത് ഞങ്ങൾ വീട്ടിലോട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ആദ്യമിന് കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് അവൻ എന്നെ കൊണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാഗും എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ.